നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാനാണ് ഇന്ന് മലയാളികൾക്ക് മനോജ് കെ ജയൻ. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. സല്ലാപത്തിലെ ദിവാകരനും അനന്തഭദ്രത്തിലെ ദിഗംബരനെയുമെല്ലാം പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നു. കുടുംബത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് എപ്പോഴും പറയാറുണ്ട് മനോജ് കെ ജയൻ. നടി ഉർവശിയുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവും എല്ലാം ഇന്നും വാർത്തയായിരുന്നു. ഉർവശിയുമായി വേർപിരിഞ്ഞ ശേഷമാണ് മനോജ് കെ ജയൻ ആഷിയെ വിവാഹം കഴിക്കുന്നത്. 2001 മനോജ് കെ ജയനും ആഷിയും തമ്മിൽ വിവാഹിതരായി. ഈ ബന്ധത്തിൽ ഇരുവർക്കും ഒരു മകനുമുണ്ട്. ഭാര്യ ആശയെക്കുറിച്ച് എപ്പോഴും വാചാലനാവാറുണ്ട് മനോജ് കെ ജയൻ. ഉർവശിയുമായി പിരിഞ്ഞതിന് ശേഷമായിരുന്നു മനോജിന്റെ ജീവിതത്തിലേക്ക് ആശ എത്തുന്നത്. വിവാഹം കഴിഞ്ഞതും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ വാചാലനായി അദ്ദേഹം എപ്പോഴും എത്താറുണ്ട്. ഇപ്പോഴിതാ വിവാഹ ജീവിതം 15ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയായി ആ സന്തോഷം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് മനോജ് കെ ജയൻ. സെലിബ്രിറ്റികളടക്കം നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി ആശംസകൾ അറിയിച്ചെത്തിയത്. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഞങ്ങളുടെ ഈ മനോഹരമായ ജീവിതം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 15 വർഷം. കഴിഞ്ഞ കാര്യങ്ങൾ അയവിറക്കാനോ ആരെയും പഴിചാരാനോ വേദനിപ്പിക്കാനോ ഇല്ലാ വചനങ്ങൾ പറയാനോ നിൽക്കാതെ ഈശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ സന്തോഷകരമായ ജീവിതത്തിന് സർവശക്തന് എന്നും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ ജീവിക്കുന്നു. കാരണം എന്റെ ഈ ജീവിതം എനിക്ക് വിലമതിക്കാനാവാത്തതാണ് എന്നുമായിരുന്നു മനോജ് കെ ജയൻ പറഞ്ഞത്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പമായി ചേർത്തിരുന്നു. അടിച്ചു പൊളിക്കും മനോജേട്ട, ജീവിതം ഒന്നല്ലേ ഉള്ളൂ, കുറെ കാലമായി കണ്ടിട്ടെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. സന്തോഷമായിരിക്കുക, ജീവിതം അഭിനയമായി മാറരുത്, അഭിമാനമായി മാറാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ. എല്ലാവിധ ആശംസകളും. നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നത്. ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നൽകിയ അഭിമുഖങ്ങളിൽ മകളോടുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് എന്നോട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങ് നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി എന്ന ഗാനമായിരുന്നു പാടിയത്. ആ അഭിമുഖം ആശ കണ്ടിരുന്നു. നിങ്ങൾ നന്നായി പാടി എന്നായിരുന്നു തന്നോട് പറഞ്ഞത്. ആശ എന്റെ ജീവിതത്തിലേക്ക് വരാൻ ഈ പാട്ട് ഒരു നിമിത്തമായെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പിന്നീട് മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു. അച്ഛൻ മകളായി തന്നെയാണ് ആശയെ കണ്ടിരുന്നത്. അച്ഛൻ മരിച്ച സമയത്ത് അത്രയും സങ്കടത്തോടെയാണ് ആശ വന്നത്. ആശയ്ക്ക് 15 വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ മരിച്ചത്. അതിനുശേഷം എന്റെ അച്ഛനെയാണ് സ്വന്തം അച്ഛനായി കണ്ടത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് ആശയായിരുന്നു. തമാശയൊക്കെ പറഞ്ഞ് എപ്പോഴും ആക്റ്റീവാക്കി അച്ഛനെ നിർത്തിയത് അവളാണ്. അങ്ങനെയുള്ള അച്ഛന്റെ വിയോഗം താങ്ങാനായില്ല. ആ സങ്കടമാണ് കരച്ചിലൂടെ പുറത്തു വന്നത്. അതാണ് അഭിനയമാണെന്ന് വിമർശിച്ചത്. അവളുടെ വേദനയാണ് കരഞ്ഞു തീർത്തത്. അതിനെ മോശമായി കണ്ടതിൽ തനിക്ക് സങ്കടമുണ്ടെന്ന് അന്ന് മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ വിവാഹ വാർഷികത്തിൽ മനോജ് കെ ജയൻ കുറിച്ച വാക്കുകൾ ചർച്ചയാകുന്നുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ ആരെ കൊള്ളിച്ചാണ്, ഇനി ഉർവശിയെ കൊള്ളിച്ചാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. പഴിചാരലോ മറ്റോ ഒന്നുമില്ല എന്നൊക്കെയാണ് വിവാഹ വാർഷികത്തിന്റെ അന്ന് മനോജ് കെ ജയൻ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി പരസ്പരമുള്ള പഴിചാരലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനെ കുറിച്ചാണോ മനോജ് കെ ജയൻ പറഞ്ഞത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം തന്നെ മനോജിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് പരിചിതമാണ് ആശയും. ആശയുടെ UK ജീവിതവും ജോലിയും വരുമാനവും എല്ലാം ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വൈസർ എന്നാണ് ആശ തന്റെ പ്രൊഫൈലിൽ കുറിച്ചത്. ലക്ഷങ്ങളാണ് ആശയ്ക്ക് മാസം ലഭിക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. UK ഗ്രാമർ സ്കൂളിലാണ് മകൻ പഠിക്കുന്നത്. ആഗ്രഹിച്ച പോലെ മകന് അഡ്മിഷൻ കിട്ടിയ സന്തോഷം നേരത്തെ മനോജ് പങ്കിട്ടിരുന്നു. അച്ഛനും അമ്മയ്ക്കും പിന്നാലെയായി മകളായ തേജലക്ഷ്മി അഭിനയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതേസമയം അടുത്തിടെ മനോജ് കെ ജയൻ മക്കളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതും ചർച്ചയായിരുന്നു. ശിശുദിനത്തിലാണ് മക്കളുടെ ചിത്രം പങ്കുവച്ച് നടൻ മനോജ് കെ ജയൻ എത്തിയത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ കാഴ്ച എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ്. കുഞ്ഞാറ്റ, ആശയുടെ മകൾ, മനോജിന്റെയും ആശയുടെയും മകൻ എന്നിവരെ ചിത്രങ്ങളിൽ കാണാം. 3 മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന മനോജിനെ പ്രശംസിച്ച് നിരവധി പേർ എത്തുകയുണ്ടായി. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മനോജിന്റെ ഭാര്യ കഴിഞ്ഞ കുറച്ചു നാളായി വിദേശത്താണ് താമസം. ഷൂട്ടിംഗ് തിരക്ക് ഒഴിയുമ്പോൾ മനോജും ഇടയ്ക്ക് അവിടേക്ക് യാത്രയെത്തും. വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ കുഞ്ഞാറ്റ സിനിമകളിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ മനോജ് കെ ജയൻ ഭാര്യ ആശയ്ക്കും മക്കൾക്കും ഒപ്പമുള്ള രസകരമായ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. അതേസമയം തന്നെ മലയാള സിനിമയിൽ ഒരു കാലത്ത് പ്രിയ താരജോഡികളായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും. സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഇരുവരും ഒന്നിച്ചപ്പോൾ ആരാധകരും ഏറെ സന്തോഷിച്ചിരുന്നു. 2000-ലായിരുന്നു ഇരുവരുടെയും വിവാഹം. 8 വർഷം മാത്രമാണ് ഈ ദാമ്പത്യ ജീവിതം നീണ്ടുനിന്നത്. 2008-ൽ താരങ്ങൾ വിവാഹമോചിതരായി. ഈ ബന്ധത്തിൽ കുഞ്ഞാറ്റ എന്ന മകളുമുണ്ട്. വർഷങ്ങൾക്കിപ്പുറം മുൻ ഭാര്യയായ ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. വികാരഭരിതനായി കണ്ണുകൾ നിറഞ്ഞാണ് ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ സംസാരിച്ചത്. ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി ആദ്യമായി നായികയാവുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റിലാണ് മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് വാചാലനായത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിതെന്നും മകൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ അമ്മ ഉർവശിയെ അറിയിക്കണമെന്നാണ് ആദ്യം പറഞ്ഞതെന്നും ഇത്തരം കാര്യങ്ങളിൽ താൻ അല്പം ഇമോഷണൽ ആണെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു. ഇതിനായി ചെന്നൈ വരെ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല. അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത്. അവർ ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയൊരു വെർസ്റ്റൈൽ നടിയാണ്. അവൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചു. വളരെ സന്തോഷത്തോടെയാണ് ഉർവശി അത് സമ്മതിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
മനോജ് ഇക്കാര്യങ്ങൾ പറഞ്ഞു വിങ്ങുമ്പോൾ മകൾ കുഞ്ഞാറ്റയാണ് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചത്. മകളുടെ 7ാമത്തെ വയസ്സിൽ മകളെയും കൂട്ടി ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലില്ലായിരുന്നു. അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നായിരുന്നു മനസ്സിലെ ചിന്ത. തന്റെ കരിയറിലെ ഗ്യാപ്പ് വന്നതും മകളെ അത്തരത്തിൽ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ടാണ്. തന്റെ ഇഷ്ടത്തിന് അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. +2 കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ബാംഗ്ലൂർ വിട്ട് പഠിപ്പിച്ചു. പിന്നീട് അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ അവിടെ കുറച്ചു കാലം പല കമ്പനികളുമായി ജോലി ചെയ്തു. 2 വർഷം മുമ്പാണ് എന്നോട് അവൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്. ഭാര്യ ആശയോടാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞത്. ആശ അവളുടെ നല്ല സുഹൃത്തു കൂടിയാണ്. അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് തേജലക്ഷ്മി. ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ എന്ന വലിയൊരു ഉത്തരവാദിത്തമായാണ് തേജലക്ഷ്മിയുടെ സിനിമ എൻട്രി. തേജലക്ഷ്മിയുടെ സിനിമയുടെ പ്രഖ്യാപനത്തിന്റെ പത്രസമ്മേളനത്തിൽ മനോജ് കെ ജയൻ വികാരഭരിതനായത് എന്തായാലും എല്ലാവരെയും വേദന അണിയിക്കുന്നു എന്ന് തന്നെയായിരുന്നു. ഇതേക്കുറിച്ചും തേജലക്ഷ്മി നേരത്തെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി. തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർത്താണ് അച്ഛൻ അന്ന് വിതുമ്പിയതെന്നാണ് കുഞ്ഞാറ്റ പറയുന്നത്. ഞാൻ കാര്യങ്ങളെ ലൈറ്റായി കാണുന്ന ആളാണ്. ചെറുപ്പം മുതലേ മിക്ക കാര്യങ്ങളും അങ്ങനെ ഫേസ് ചെയ്യാനാണ് ശീലിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും കുറച്ച് ചില്ലായിട്ട് കുറേയൊന്നും ആലോചിക്കാതെ എടുക്കാനാണ് പൊതുവെ എനിക്കിഷ്ടം. ഒരു കാര്യവും കൂടുതൽ സീരിയസ് ആയി എടുത്ത് വേറെ രീതിയിൽ ചിന്തിച്ചു പോകാറില്ല. അച്ഛൻ അന്ന് എന്റെ കുഞ്ഞുനാളിലെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇമോഷണൽ ആയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറെ കാര്യങ്ങളുണ്ട്, വളരെ പേഴ്സണൽ ആയ കാര്യങ്ങൾ. അതൊക്കെ ആലോചിച്ചിട്ടാണ്. താരതമ്യേന ഞാൻ കുറച്ച് മനക്കെട്ടിയുള്ളയാളാണ്, കട്ടി കാണിക്കുന്ന ആളാണ്, മനസ്സിൽ പാവമാണെങ്കിലും ബോൾഡ് ആക്കാൻ ശ്രമിക്കുന്ന ആളാണെന്ന് താരപുത്രി പറയുന്നു. പക്ഷെ ഞാൻ വളരെ ഇമോഷണൽ ആകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇമോഷണൽ ആകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടമല്ല. എന്റെ സ്വകാര്യത്തിൽ എന്റെ ഇമോഷൻസുമായി ഇരിക്കുന്നതാണ് ഇഷ്ടമെന്നും തേജലക്ഷ്മി പറയുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചും തേജലക്ഷ്മി മനസ്സ് തുറക്കുന്നുണ്ട്. അച്ചടക്കം ഉണ്ടായിരിക്കണം എന്നാണ് ഉർവശിയും മനോജ് കെ ജയനും മകൾക്ക് നൽകിയ ഉപദേശം. അമ്മയും അച്ഛനും ഒരേപോലെ പറഞ്ഞ കാര്യം അച്ചടക്കമാണ്. അതില്ലാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുകയാണ് ഇത്ര സമയത്ത് എത്തണമെന്ന്, അതിനു മുന്നേ എത്തണം. ഇത്ര സമയം ഷൂട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയാൻ പാടില്ല. എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ സീനുകളും എങ്ങനെ കാണണം, കോൺഷ്യസ് ആകരുതെന്ന് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നന്നായി പെരുമാറണം, ടീമിലുള്ള എല്ലാവരെയും തുല്യമായി കാണണം എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു തന്നിരുന്നത് പോലെ. പിന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം സിനിമയിലുള്ളതാണ്, നമുക്കറിയാവുന്നവരാണ് എല്ലാം എന്നും തേജലക്ഷ്മി പറയുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.